ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് എടുക്കുന്നില്ല. കറണ്ട് ഇല്ല, ഇൻവെർട്ടർ എപ്പോഴും ഓഫ് ആകാൻ അറിയത്തില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ള കാർഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. പെട്ടെന്ന് എടുക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നമ്മൾ കാത്തിരുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന പണം നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പെൻറ്റക്കിൾസ് പണമാണ്. നൈറ്റ് എന്ന് പറയുന്നത് സ്ലോയിങ് ഡൗൺ ആണ്. പ്രോസസ്സ് സ്ലോയിങ് ഡൗൺ ആയിരിക്കും. അത് നമ്മളിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. അതാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പണം കുറേ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ പണം നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമ്മൾ അറിയണം. അല്ലെങ്കിൽ ആ പണം നമ്മളിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതൊരു മെറ്റീരിയൽ ആയിട്ടുള്ളൊരു സാധനമായിരിക്കാം, പണമായിരിക്കാം. ഇനി അതല്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കാം. എന്ത് വേണമെങ്കിലും ആകാം. അതിനോടൊപ്പം ഒരു പേഴ്സൺ, നമ്മുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള ഒരു പേഴ്സൺ അയാളുടെ കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടി തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു റിയൂണിയൻ്റെ കാർഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പണമായിട്ടും പേഴ്സണായിട്ടും നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാർഡാണിത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് 6 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് ഒരു നമ്മൾ നിൽക്കുന്ന സാഹചര്യം, നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷം നമുക്ക് ഫേവറബിൾ അല്ല. നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ട സാഹചര്യമാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചായിരിക്കും. അതിപ്പോൾ ഒരു വീടാണ്. നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നമുക്കൊരു രീതിയിൽ നിൽക്കാൻ വയ്യ. അവിടെ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഈ 6 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ സമാധാനം തേടി ഇരിക്കുന്നിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന അവസ്ഥയാണ് 6 ഓഫ് സ്വോർഡ്. അപ്പോൾ ഇന്നൊരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള യാത്രയൊന്നുമല്ല, ദുരിതം പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളോടൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു എന്നുള്ളൊരു കാർഡാണിത്. അപ്പോൾ ചിലപ്പോൾ ചിലർ കടബാധ്യത മൂലം ജോലി തേടി മറ്റൊരിടത്തേക്ക് പോകുന്നതായിരിക്കാം, വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുവാടക കൂടുതലായതുകൊണ്ട് ആ വീട് മാറിയിട്ട് വേറൊരു വീട്ടിലേക്ക് പോകുന്നതായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതാവാം. അതായത് ആ റിലേഷൻഷിപ്പ് സ്മൂത്ത് അല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മാറി ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നതാവാനും സാധ്യതയുണ്ട്. അതൊക്കെയാണ് 6 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത്. അതായത് സമാധാനമില്ലാത്തടത്ത് നിന്ന് സമാധാനമുള്ള ഒരു തീരം തേടി പോകുന്നു എന്നാണ്. അപ്പോൾ ഒരു യാത്രയുണ്ട്. അതുപോലെ ജോലി സ്ഥലത്ത് നിന്നായിരിക്കും, വീട്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ആളുകളിൽ നിന്നായിരിക്കും നമ്മൾ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് 6 ഓഫ് സ്വോർഡ്സ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഫാമിലി കാർഡാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ആൻഡ് ഇൻഡിപെൻഡൻസി ഉള്ള ഒരു ഫാമിലി കാർഡാണ് 10 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. ഇത് ഫാമിലിയോടൊപ്പം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകും എന്നതിനൊപ്പം ഫാമിലിയിൽ ചെറിയ ചെറിയ മുറിമുറുപ്പുകൾ ഫാമിലിയിൽ തന്നെയുള്ള മറ്റാളുകൾ കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫാമിലിക്കുള്ളിൽ ചെറിയ ചെറിയ മുറിമുറുപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്ലസ് നമുക്ക് ഒരുപാട് സോഴ്സിൽ നിന്ന് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് പലപ്പോഴായിട്ട് കിട്ടാനുള്ളതായിരിക്കാം, പല ഇടങ്ങളിൽ നിന്ന് കിട്ടാനുള്ളതായിരിക്കാം. അത്തരത്തിലുള്ള പണം നമ്മളിലേക്ക് വന്നു ചേരുന്നുവെന്ന് ഇതിനർത്ഥമുണ്ട്. അതുപോലെ നമ്മൾ കൂടുതൽ പണം EMI ആയിട്ടും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം പല രീതിയിൽ ചെലവഴിക്കുന്നതിനും ഈ 10 ഓഫ് പെൻറ്റക്കിൾ പറയുന്നുണ്ട്. അപ്പം പണം വന്നു കിട്ടാനും സാധ്യതയുണ്ട്. പണം നമ്മുടെ കയ്യിൽ നിന്ന് EMI ആയിട്ടോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പണം പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഡെത്ത് കാർഡാണ്. ഡെത്ത് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. അതായത് ഒരു മാറ്റം വരുന്നു എന്നാണ്. ഇത് നമ്മളെ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. ഒരു കാർമിക് സൈക്കിള് ഡെത്തായി പോയിട്ട് പുതിയൊരു കാര്യം വരുന്നു എന്നാണ്. ഇത് മോസ്റ്റ്ലി നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നമ്മളായിട്ട് തന്നെ ഡെത്താക്കുന്നതും നമ്മളതിൽ നിന്ന് മാറിപ്പോകുന്നതുമാണ്. ഇതിപ്പോൾ നമ്മളായിട്ട് മാറിപ്പോകുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് യൂണിവേഴ്സായിട്ട് നമ്മളിൽ നിന്ന് ചില കാര്യങ്ങളെ എൻഡാക്കി കളയുന്നതായിരിക്കാം. ചില വ്യക്തികളെ ആയിരിക്കാം, ചില സാഹചര്യങ്ങളെ ആയിരിക്കാം, ചില ഇടങ്ങളെ ആയിരിക്കാം നമ്മളിൽ നിന്ന് ഡെത്താക്കി കളയുന്ന ഒരു എനർജിയാണ് ഈ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത്. കുറച്ച് ടേർബുലൻസ്, കാർമിക് സിറ്റുവേഷൻ എൻഡാകുമ്പോൾ എന്തായാലും ഒരു ടേർബുലൻസ് ഒക്കെ ഉണ്ടാവും. കുറച്ചൊരു കോൺഫ്ലിക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരുന്നാൽ മതി. അതൊരു കാർമിക് സിറ്റുവേഷൻ എൻഡായി പോകുന്നതാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ട്രാൻസ്ഫോർമേഷനാണ്. എന്തിൻ്റെയൊക്കെയോ അവസാനം എന്നാണ് കേട്ടോ. എന്തിൻ്റെയൊക്കെയോ ഡെത്താണ്. കുറേ കാർമിക് സിറ്റുവേഷൻ്റെ ഡെത്താണ്. അതുപോലെ നമ്മളുള്ള ഈഗോയോ നമുക്ക് ആവശ്യമില്ലാത്ത മനുഷ്യരോ ഒക്കെ ഡെത്തായി പോകുന്ന. ഡെത്ത് മീൻസ് ലിറ്ററലി ഡെത്തല്ല, ആ ആളുകൾക്ക് നമ്മുടെ ലൈഫിലുള്ള സമയം കഴിഞ്ഞു, അതുകൊണ്ട് അവരുടെ എക്സിസ്റ്റൻസിൽ ഒരു ഡെത്ത് വരുന്നതാണ്.
5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പൈസയായിട്ട് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാവാൻ സാധ്യതയില്ല. ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മളറിയാതെ നമ്മൾ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ട് എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ നമുക്ക് പൈസ നഷ്ടം വരുന്നതാകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് സാധനം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നഷ്ടം വരിക, അങ്ങനെയൊക്കെ വരുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ചില ആളുകൾ പുറത്ത് കടക്കുന്നതാവാനും സാധ്യതയുണ്ട്. ഔട്ട്സൈഡറാണിത്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ട് അതിനെ അകത്തേക്ക് നോക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചില ആളുകൾ വീട് വിട്ട് പോകുന്നതായിട്ടും റിലേഷൻഷിപ്പ് എൻഡപ്പായി പോകുന്നതായിട്ടും അവിടെ ഒരു സെപ്പറേഷൻ വരുന്നതായിട്ടൊക്കെയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. നഷ്ടബോധത്തിൽ ഇരിക്കേണ്ടി വരിക, പണം നഷ്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ പണമില്ലല്ലോ എന്നുള്ള ചിന്ത വരിക, ഇതൊക്കെയാണ് പുവർ മണി മൈൻഡ് സെറ്റൊക്കെയാണ് 5 ഓഫ് പെൻറ്റക്കിൾ. അതുപോലെ ശാരീരികമായിട്ടും ബുദ്ധിമുട്ട്, കാല്, കൈ, ഷോൾഡർ, നെക്ക് അങ്ങനെയൊക്കെ പെയിന് ഒക്കെ ഉണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ മുറിവ് പറ്റുന്നതാവാം, അങ്ങനെയൊക്കെ ഒരു എനർജി. പിന്നെ ശാരീരിക സുഖമില്ലാത്തത് കൊണ്ട് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു എനർജിയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ്. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നമ്മൾ കരിയർ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കാതെ മറ്റെവിടെയോ ശ്രദ്ധിച്ചിരിക്കുക, അതൊക്കെയാണ് കിങ് ഓഫ് വാണ്ട്. മറ്റൊരു ജോലി, നമ്മളിപ്പോൾ ഓൾറെഡി നിൽക്കുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലി അന്വേഷിക്കുക. വാട്ട് ഈസ് നെക്സ്റ്റ് ആണ്. അപ്പോൾ റിലേഷൻഷിപ്പിലായാലും പ്രൊഫഷണലായാലും ഫിനാൻഷ്യൽ സോഴ്സിലായാലും നമ്മളിപ്പോൾ ഉള്ളതിൽ നിന്ന് മാറി പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്ന എനർജിയാണ്. മറ്റൊന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ പാഷൻ്റെ പിന്നാലെ പോകുന്ന ആളാണ് കേട്ടോ. ഒരു പാഷൻ, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുക, അതിനെ അച്ചീവ് ചെയ്യുക, അതിൽ നിന്ന് ഏർണിങ് നേടുക, സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അതിനുശേഷം വേറൊരു പാഷനിലേക്ക് പോവുക, അതാണ് കിങ് ഓഫ് വാണ്ട്സ്. ഏസ് ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ ഇതൊരു ആശയപരമായിട്ടൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്കൊരു പുതിയ ആശയം മനസ്സിലേക്ക് വരുന്നു എന്നാണ്. ഒരു പുതിയ പ്രോജക്റ്റ് നിങ്ങൾ ഭാഗമാവുന്നതായിരിക്കാം, പുതിയ ജോബിൽ നിങ്ങൾ കയറുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്നൊരു ക്ലാരിറ്റി ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ന്യൂ ബേബി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. അതിപ്പം മനുഷ്യക്കുഞ്ഞുങ്ങൾ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിപ്പം പെറ്റ്സ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ പുതിയ ജീവനുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. പെറ്റ് മദർ ആവുന്നതോ പെറ്റ് ഫാദർ ആവുന്നതോ ഒക്കെ ആയിരിക്കാം, പെറ്റ് പേരൻസ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്ലാൻ പേരൻ്റ് ആവുന്നതാവാനും സാധ്യതയുണ്ട്. അത്തരത്തിലൊക്കെ ഉള്ളൊരു ന്യൂ ബേബി കോൺസെപ്റ്റ് ഉണ്ട് ഇതിൽ. അഡോപ്റ്റ് ചെയ്യുന്നതാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാമേ. പിന്നെ ഏസ് ഓഫ് സോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുതിയ പ്രോജക്റ്റ്, ജോബ് മാറി പുതിയൊരു ജോബിൽ എൻട്രി ഉണ്ടാവുക, അവിടെ ഒരു പുതിയ പ്രോജക്റ്റിൽ ഭാഗമാവുക, ഇതൊക്കെ ഏസ് ഓഫ് സോർഡ്സ് ആണ്. പിന്നെ മെൻ്റൽ ക്ലാരിറ്റി വരിക, അതുപോലെ ഒരു പുതിയ കോൺഫ്ലിക്റ്റ്, പുതിയൊരു വഴക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പുതിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ കോൺഫ്ലിക്റ്റിനുള്ള എന്തെങ്കിലും ഒരു സാധ്യത കണ്ടാൽ നമ്മൾ അവിടെ നിന്ന് മാറിക്കൊള്ളുക എന്നാണ് കേട്ടോ. അവിടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ടെമ്പറൻസ് ആണ്. അതായത് വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരു കോംപ്രമൈസ് വരുന്നുണ്ട്. ഇതൊരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ബാലൻസ് ഇല്ലാതെ ഇപ്പം നിൽക്കുന്നത് അവിടെ ഒരു ബാലൻസിലേക്ക് വരാൻ നമുക്ക് പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ളവരാണെങ്കിൽ അവിടെ ഒരു ബാലൻസ് വരും. ഫിനാൻസിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവാണെങ്കിൽ അവിടെ ഒരു ബാലൻസിലേക്ക് വരും. ഇനി അതല്ല, നമ്മൾ മൊത്തത്തിൽ സ്ട്രഗിൾഡ് ആണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ നമ്മൾ കോൺഫ്ലിക്റ്റഡ് ആണെങ്കിൽ അതും ഒരു തരത്തിൽ നമുക്കൊരു ബാലൻസിലേക്ക്, ഇന്ന് കാര്യം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നത് കൊണ്ട് നമുക്കൊരു ബാലൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കൊരു നഷ്ടപ്പെട്ടു പോയ പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ആ ആൾ തിരിച്ചു വരും. അതായത് കുറേ നാളുകളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ അയാൾ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. പതുക്കെയാണ് വരുന്നത്. ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും നൈറ്റ് ഓഫ് കപ്സും പതുക്കെ സഞ്ചരിക്കുന്ന നൈറ്റുകളാണ്, യോദ്ധാക്കളാണ്. അപ്പം അവർ പതുക്കെയാണ് വരുന്നത്. കാരണം ആ പതുക്കെ വരുന്ന സമയം കൊണ്ട് നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടും, നമുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അവരില്ലാത്തതിൻ്റെ ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ചും ഇല്ലാതിരുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാലമായിട്ട് ഇവരെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇപ്പോൾ റിലീസ് ചെയ്ത കർമ്മ ക്ലിയറൻസിന് ശേഷം അവർ നമ്മളിലേക്ക് വരുന്നതുമാണ്. ഈ വ്യക്തികളാകാം, പണമാകാം, ഇവിടെ ഒരു അവസരമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഏകദേശം കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഒന്നുകിൽ എയ്തർ ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഒന്ന് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ സമയമില്ലാത്തവർ ജസ്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. കാരണം അതൊരു എനർജി എക്സ്ചേഞ്ചാണ്. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കടയിൽ പോയി വാങ്ങിച്ചാൽ അതിന് പൈസ കൊടുക്കത്തില്ലേ, അല്ലെങ്കിൽ അതൊരു മോഷണം എന്നല്ല നമ്മൾ പറയുന്നത്. അതുപോലെയാണ് നമ്മൾ പറയുന്നൊരു കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തിരിച്ചൊരു റിവാർഡ് വേണം, ഒരു എഫേർട്ടിനൊരു റിവാർഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ലൈക്ക് ഓർ ഡിസ്ലൈക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ കാണാം.